മഞ്ചേശ്വരത്തെ കെ.ആർ. ജയാനന്ദയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പരാതി നൽകി ഡിവൈഎഫ്ഐ. ഉപ്പള, ബന്ദിയോട് മേഖലാ കമ്മിറ്റികളിലെ പ്രവർത്തകർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് പരാതി നൽകിയത്. യുഡിഎഫിനെ സഹായിക്കുന്ന തീരുമാനം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് പ്രവർത്തകർ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് അതൃപ്തി അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നത്. കീഴ്ത്തട്ടിൽ ഒരു സഹകരണം ഇല്ലാത്ത ആളാണ് ഈ കാൻഡിഡേറ്റ് ജയാനന്ദ് എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം പാടില്ല. വേറെ ആരെ നിർത്തുന്ന പ്രശ്നമില്ല. പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുവെക്കും. ഇലക്ഷന് ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കടുത്ത അതൃപ്തിയാണ് ഈ കാര്യത്തിൽ. യുഡിഎഫിനെ സഹായിക്കുന്ന സമീപനം. കാരണം ഞങ്ങൾ രാത്രിയും പകലും സമരത്തിനും കൊടിയും പിടിച്ചിറങ്ങും. അവസാനം ഇലക്ഷന് വരുന്ന സമയത്ത് അവിടെ ലീഗിനെ സഹായിക്കണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് തീരെ യോജിപ്പില്ലാത്ത പരിപാടി. ഡമ്മിയായിട്ട് അല്ലെങ്കിൽ BJP വരും, പിന്നെ UDFിനെ സഹായിക്കണമെന്ന് പറയുന്നത് തീരെ ശരിയല്ല. അരുൺ പൂപ്പറമ്പയുടെ വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, ഷാനവാസ് പാദൂരിന് ഇല്ല എന്ന് വന്ന ഘട്ടത്തിൽ മുതൽ തന്നെ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തുന്നു. കെ.ആർ. ജയാനന്ദയുടെ പേര് വന്നപ്പോൾ തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അവർ പറയുന്നതനുസരിച്ച് ജയാനന്ദയെ അല്ലാതെ വേറെ ആരാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും ഇത് ഷാനവാസ് പാദൂരിനായിട്ടുള്ള ഒരു പടയൊരുക്കം തന്നെയല്ലേ? സുധി, തീർച്ചയായും ഷാനവാസ് പാദൂരിന് വേണ്ടിയാണ് ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്തെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരും രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ സംശയമൊന്നുമില്ല. 35,000-ലധികം പാർട്ടി വോട്ടുകൾ മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ട്. അത്തരം സ്വാധീനം മഞ്ചേശ്വരം മണ്ഡലത്തിൽ പാർട്ടിക്കുണ്ട്. അവിടെ ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ LDFിന് വിജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നതാണ് ഈ പരാതി നൽകുന്ന ഡിവൈഎഫ്ഐ കമ്മിറ്റികളും ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. CPM ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മുൻ കോൺഗ്രസ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ഷാനവാസ് പാദൂരിനെയാണ്. ഷാനവാസ് പാദൂർ മണ്ഡലത്തിൽ മത്സരിച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിലെല്ലാം വലിയ സ്വാധീനം ചെലുത്താൻ ഷാനവാസ് പാദൂരിന് സാധിക്കും. അങ്ങനെ ശക്തമായ മത്സരത്തിന് CPM മഞ്ചേശ്വരത്ത് ഒരുങ്ങുന്നു എന്ന ആദ്യഘട്ടത്തിലൊരു അത്തരം വിവരങ്ങൾ പുറത്തു വന്നു. പിന്നീട് പെട്ടെന്നാണ് ഷാനവാസ് പാദൂരിനെ മാറ്റി കെ.ആർ. ജയാനന്ദ എന്ന പേരിലേക്ക് CPM എത്തുന്നത്. അതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധം, എതിർപ്പ്, അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത്. ഇപ്പോൾ നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ ഡിവൈഎഫ്ഐയുടെ കുമ്പള ബ്ലോക്ക് കമ്മിറ്റിയും അതോടൊപ്പം പുത്തികെ കമ്മിറ്റികളൊക്കെ ഈ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ കൂടുതൽ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേരിട്ടെത്തി ഈ പരാതി അറിയിക്കുന്ന സാഹചര്യമാണ് എന്തായാലും ഉള്ളത്. ഷാനവാസ് പാദൂരിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം. നിലവിൽ പാർട്ടിയുടെ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും, ഒരു പക്ഷേ തെരുവിലിറങ്ങി ആ ആവശ്യം ഉന്നയിക്കുമെന്നുകൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രവർത്തകർ. ഒരു ഭിന്നത രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.